ശബരിമല സന്നിധാനത്ത് തിരക്ക് ഇപ്പോഴും കൂടുകയാണ്. ഇന്ന് രാവിലെ മുതൽ നല്ല തിരക്കുണ്ട് ദർശനത്തിനായി എത്തുന്ന ഭക്തരുടെ. രാവിലെ മഴ മാറിയതൊഴിച്ചാൽ വലിയ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഇന്നലെ രാത്രി നല്ല ശക്തമായ മഴയായിരുന്നു. ആ മഴയത്തും വലിയ തോതിൽ ഭക്തർ ദർശനത്തിനായി എത്തിയിരുന്നു. ഇന്നിപ്പോൾ ഏകദേശം 30,000-ഓളം ഭക്തർ ഈ സമയം ദർശനം കഴിഞ്ഞ് മടങ്ങിയിട്ടുണ്ട്. ഇന്നലെ 80,000-ത്തിലധികം ഭക്തരായിരുന്നു ഇന്നലത്തെ ദർശനം നടത്തിയ കണക്ക്. നമ്മൾ 18-ാം പടിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും വലിയ രീതിയിലുള്ള തിരക്കും കാര്യങ്ങളുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. ശബരിമലയിലെ കാലാവസ്ഥ വളരെ അനുകൂലമായൊരു സാഹചര്യമാണ്. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു, പക്ഷേ ഇപ്പോഴങ്ങനെ മഴയില്ല. ഏകദേശം പ്രതിദിനം 2000-ഓളം വരുന്ന ഭക്തർ ഈ കാനനപാത വഴി പുല്ലുമേട് വഴിയൊക്കെ എത്തുന്നു എന്നതാണ്. ഈ ആരോഗ്യം നല്ല രീതിയിലുള്ളവർ മാത്രം ഇത്തരത്തിൽ കാനനപാത ഉപയോഗിച്ചാൽ മതി എന്നതാണ് പോലീസും ഫയർഫോഴ്സും ഒക്കെ പ്രധാനമായിട്ടും പങ്കുവയ്ക്കുന്നത്. ശബരിമല മണ്ഡല മഹോത്സവം തുടങ്ങി ഇന്ന് 18-ാമത്തെ ദിവസമാണ്. ഇപ്പോൾ ശബരിമലയിലേക്ക് വലിയ തോതിൽ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. സ്ലോട്ടുകളൊന്നും തന്നെ അങ്ങനെ കാര്യമായിട്ട് കിട്ടാനില്ല. സ്പോട്ട് ബുക്കിങ്ങും നിജപ്പെടുത്തിയിട്ടുണ്ട്. പമ്പയിൽ സ്പോട്ട് ബുക്കിംഗ് ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നിലയ്ക്കലിലും എരുമേലിയിലുമാണ് സ്പോട്ട് ബുക്കിംഗ് ഇപ്പോൾ ക്രമപ്പെടുത്തിയിട്ടുള്ളത്. കാരണം തീർത്ഥാടക എണ്ണം കാര്യമായ രീതിയിൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും എന്നതുകൊണ്ട് തന്നെയാണ് ഈ പമ്പയിലെ ബുക്കിംഗ് സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കിയിട്ടുള്ളത്. വേണുവിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.